ചർച്ചയുടെ ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ മാറാട് പരാമർശത്തിന്റെ ഒരു ഫാക്ട് ചെക്ക് കൂടി നടത്താൻ തോന്നുന്നു. മാറാട് വർഗീയ ശക്തികൾക്ക് UDF കീഴടങ്ങി എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. RSSനോട് ചോദിച്ചിട്ടാണ് അന്ന് AK ആന്റണി മാറാട് എത്തിയത്. കുഞ്ഞാലിക്കുട്ടി ഒപ്പം വരാൻ പാടില്ല എന്ന RSS മുന്നോട്ട് വെച്ച ആവശ്യം ആന്റണി അംഗീകരിച്ചു. അതേസമയം CPM നേതാവായ താൻ അവിടെ പോയിരുന്നെങ്കിലും ആരും തടഞ്ഞില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. ആ വാക്കുകൾ ആദ്യം കേൾക്കാം. കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ AK ആന്റണി അങ്ങോട്ട് പോകുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ കൂട്ടിയില്ല. ഇവരുടെ അനുവാദം വാങ്ങിക്കൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. എന്താണത് കാണിക്കുന്നത്? അതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അന്ന് ഞാൻ ഒരു പാർട്ടിയുടെ ഭാരവാഹിയായി പ്രവർത്തിക്കുന്ന കാലമാണല്ലോ. ഞാനവിടെ പോയിരുന്നു. ആരുടെ അനുമതി വാങ്ങിയിട്ടല്ല അവിടെ പോയത്. അവിടെ പോയി ആളുകളെ കണ്ടു, കാര്യങ്ങൾ സംസാരിച്ചു, തിരിച്ചു വരികയും ചെയ്തു. ഞാൻ അവിടെ പോയിരുന്നു, അവിടെ പോയി സംസാരിച്ച് തിരിച്ചു വന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ 2003 മെയ് മാസം 5-ാം തീയതിയുടെ മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിന്റെ ഹെഡ്ലൈൻ മാറാട്ട് പിണറായിയെയും സംഘത്തെയും തടഞ്ഞു എന്നാണ്. മാറാട് വെട്ടേറ്റ് മരിച്ചവരുടെ വീടുകൾ സന്ദർശിക്കാനെത്തിയ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെയും സംഘത്തെയും ഒരു വിഭാഗം ആളുകൾ തടഞ്ഞു. അക്രമത്തിൽ കൊല്ലപ്പെട്ട ആവിത്താൻപുറയിൽ ദാസന്റെ വീട്ടിലെത്തിയപ്പോഴാണ് ഇവരെ തടഞ്ഞതും തിരിച്ചയച്ചതും. ബേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായ BP ബീരാൻ കോയയോടുള്ള എതിർപ്പാണ് പ്രശ്നത്തിനിടയാക്കിയത് എന്നൊക്കെ പറഞ്ഞ് MLA-മാരായ കോടിയേരി ബാലകൃഷ്ണൻ, മത്തായി ചാക്കോ, TP രാമകൃഷ്ണൻ, PK ശ്രീമതി അടക്കമുള്ളവർ സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ മാറാട്ട് പോയ പിണറായി വിജയനെ തടഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു അന്ന് മുഖ്യമന്ത്രി. ഇപ്പോൾ അവകാശപ്പെടുന്നത് പോലെ അത്ര ഈസി ആയിരുന്നില്ല കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ ചരിത്രം. അന്ന് ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തത് CPM സ്റ്റേറ്റ് സെക്രട്ടറി പിണറായി വിജയൻ and other opposition leaders were compelled to return from village in the face of extreme hostility by men and women rallied under the അരയ സമാജം ബാനർ എന്നാണ് അന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും അത്ര വീരോചിതമായ കാര്യമല്ല അവിടെ ഉണ്ടായത്. മുഖ്യമന്ത്രി AK ആന്റണിക്ക് അവിടെ പോകാൻ കോംപ്രമൈസ് വേണ്ടി വന്നെങ്കിൽ പിണറായി വിജയൻ അന്ന് പോയപ്പോൾ അവിടെ തടഞ്ഞ് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. അന്ന് ഇത് റിപ്പോർട്ട് ചെയ്ത MP സൂര്യദാസ് മാതൃഭൂമിയുടെ ലേഖകനായിരുന്നു അന്ന്. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സൂര്യദാസ്, മുഖ്യമന്ത്രി മാറാട് സന്ദർശനത്തെക്കുറിച്ച് അന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയ സന്ദർശനത്തെക്കുറിച്ച് പറഞ്ഞതാണോ വസ്തുത? അല്ല, മുഖ്യമന്ത്രി ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന്റെ ആദ്യ ഭാഗം, അതായത് അദ്ദേഹം അനുമതി വാങ്ങിയല്ല അവിടെ പോയത് എന്ന് പറഞ്ഞത് വസ്തുതാപരമായി ശരിയാണ്. പക്ഷേ അതിന്റെ 2-ാം ഭാഗത്തിൽ പറയുന്ന പോലെ അവിടെ ചെന്ന് അവരെ കണ്ട് സംസാരിച്ചു തിരിച്ചു വന്നു എന്ന് പറയുന്നത് ചെറിയ ഒരു പെശകുണ്ട്. കാരണം അദ്ദേഹം പോയപ്പോ ആദ്യത്തെ വീട് തന്നെ ബേപ്പൂരിൽ അന്ന് ഭയങ്കരമായ സംഘർഷാവസ്ഥയായിരുന്നു. ആര് വന്നാലും, അത് CPM മാത്രമല്ല കോൺഗ്രസിന്റെയും അതുപോലെ മറ്റ് നേതാക്കൾ ഏത് പാർട്ടിയുടെ ആയാലും അങ്ങോട്ട് വന്നാൽ അവിടെ തടയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ആദ്യ ദിവസങ്ങളിൽ. അതുകൊണ്ട് തന്നെ പലർക്കും, മുഖ്യമന്ത്രിക്ക് പോലും അന്ന് അങ്ങനെ എളുപ്പത്തിൽ അവിടെ പോകാൻ പറ്റിയിരുന്നില്ല. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ അന്ന് അവിടേക്ക് പോയപ്പോ അവിടെ ആദ്യം ഒരു ദാസന്റെ വീട്ടിലാണ് പോകാൻ ശ്രമിച്ചത്. ആവിത്താൻപുറയിൽ ദാസന്റെ വീട്. അപ്പൊ അവിടെ ചെന്നപ്പോ അവരുടെ വീട്ടിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തിറങ്ങി ബഹളം വെച്ചു. നിങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളെ ജീവിക്കാനോ അതോ മരിക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്? എന്താണ് ഇവിടെ വരുന്നതിന്റെ ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ബഹളമായിരുന്നു. അപ്പം അതിനവർ കാരണമായി പറഞ്ഞത് അവിടുത്തെ ബേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റും CPM നേതാവുമായിരുന്ന TP ബീരാൻ കോയ, അദ്ദേഹം അന്ന് ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്നത്തെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ വെട്ടേറ്റ് വീട് കിടന്ന ഈ ദാസൻ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അന്ന് പഞ്ചായത്ത് വക ഒരു ജീപ്പ് അതുവഴി വന്നപ്പോൾ പ്രവർത്തകർ കൈകാണിച്ച് നിർത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ ജീപ്പ് നിർത്താതെ ഓടിപ്പോവുകയായിരുന്നുവെന്നും അതുകൊണ്ടാണ് രക്തം വാർന്നിട്ട് ഇദ്ദേഹം മരണപ്പെട്ടത് എന്നുമായിരുന്നു അന്ന് മാറാട് അരയ സമാജം സെക്രട്ടറി ആയിരുന്ന T സുരേഷിന്റെ ഒക്കെ ഒരു ആക്ഷേപം. ഇതൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രിയും ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള CPM സംഘം അവിടെ എത്തിയപ്പോൾ പിന്നെ അവരവിടെ തടഞ്ഞത്. അതിനുശേഷം മറ്റ് വീടുകളിലൊന്നും പോകാൻ കഴിയാതെ വന്നപ്പോൾ ഈ CPM നേതൃത്വത്തിലുള്ള സംഘം അവിടുന്ന് മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ അന്ന് മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തത്. ശരി.
അതാണ് ആ പത്ര കട്ടിങ് അവിടെ കാണാം. പക്ഷേ വസീഫ്, മുഖ്യമന്ത്രി ഇന്ന് ആന്റണിക്ക് പോകാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ പോയി എല്ലാവരെയും കണ്ട് തിരിച്ചു വന്നു എന്നൊക്കെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ചരിത്രം അങ്ങനെ അല്ലല്ലോ. പത്ര റിപ്പോർട്ടുകളെല്ലാം പറയുന്നു അന്ന് പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയും മത്തായി ചാക്കോയെയും ടി പി രാമകൃഷ്ണനെയും പി കെ ശ്രീമതിയെയും പാലോളി മുഹമ്മദ് കുട്ടിയെയും വി കെ സി മുഹമ്മദ് കോയയെയും എല്ലാം എളമരം കരീം അടക്കമുള്ള ആളുകളെ അവിടെ ആദ്യത്തെ വീട് സന്ദർശിക്കാൻ എത്തിയപ്പോൾ തന്നെ തടഞ്ഞ് അവരെ കാണാണ്ട് തിരിച്ചു പോകേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ UDF ആണെങ്കിൽ കോംപ്രമൈസ് ആണ്, ഞങ്ങളിതൊക്കെ ധീരോദാത്തമായി ചെയ്യുന്ന ആളുകളാണ് എന്നൊക്കെ പറയുമ്പോൾ വളരെ ചെറിയ 20 കൊല്ലത്തെ പഴക്കമല്ലേ ഉള്ളൂ. ഇതൊക്കെ ആളുകൾക്ക് നല്ലതുപോലെ മനസ്സിലുണ്ടാവില്ലേ? അഭിലാഷേ, അവിടെ പോയി എന്ന് പറഞ്ഞല്ലോ, പോയില്ലേ? പോവാതെ തിരിച്ചു വന്നതല്ലല്ലോ, പോയി ഈ പറയുന്ന ചില സ്ഥലങ്ങളിൽ പോയി പൂർണ്ണമായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല, അവിടെ എത്തിയല്ലോ. പിന്നെ ഇത് മാത്രമല്ല, UDF പോയില്ല എന്ന് മാത്രമല്ല, അവരോട് കോംപ്രമൈസിന് പോകുന്ന രീതിയാണ് ഉണ്ടായത്. പിന്നീട് 2003 തൊഗാഡിയ പ്രസംഗിച്ചു മുതലക്കുളത്ത്, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? വലിയ രീതിയിൽ വിദ്വേഷമുണ്ടാക്കുന്ന പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന് പേരിൽ കേസെടുത്തു നടക്കാവിലെ പോലീസ്. അന്ന് പോലീസ് കേസെടുത്തപ്പോൾ ആ കേസ് ഉമ്മൻചാണ്ടിയാ പിൻവലിച്ചു കൊടുത്തത്. ആര്? കോൺഗ്രസ്. ഈ കോൺഗ്രസ് UDF തൊഗാഡിയക്കെതിരെയുള്ള കേസ് പിൻവലിച്ചു. ഇതൊക്കെ നമ്മളെല്ലാം പറയണം. ഈ പറയുന്ന അക്രമത്തോട്, ഈ കലാപങ്ങളോട്, ഇതിന് പ്രേരണ നൽകുന്നവരോട്, ഇതിന് പിന്തുണ കൊടുക്കുന്നവരോടൊക്കെ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കുന്ന, ഒരു മൃദു സമീപനം സ്വീകരിക്കുന്ന നിലപാടാണോ കോൺഗ്രസിന് എന്നുള്ളത് അതോട് പറയണ്ടേ? തൊഗാഡിയക്കെതിരെയുള്ള കേസ് പിൻവലിച്ചത് എന്തിനാ? കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് കൊടുത്ത അപേക്ഷയുടെ മുകളിലാണ് ആ കേസ് പിൻവലിച്ചു കൊടുത്തത്. അപ്പൊ ഈ ഒരു കലാപത്തിനും ആ കലാപാനന്തരം ഉണ്ടായ സംഭവങ്ങളും ഒക്കെ എല്ലാം ഞങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഇടതുപക്ഷ ഭരണകാലത്ത് ഈ വർഗീയവാദികൾക്ക് ഉറഞ്ഞു തുള്ളാനുള്ള അവസരം ഉണ്ടാക്കില്ല. എല്ലാം കൃത്യമായി ഇടപെടും, ശക്തമായ നടപടി സ്വീകരിക്കും. നൗഷാദ് അലി, താങ്കൾക്ക് അതിന് മറുപടി അവസാനിപ്പിക്കാനുള്ള സമയം യഥാർത്ഥത്തിൽ കഴിഞ്ഞു. ഈ മാറാട് ഓർമ്മിപ്പിച്ചാൽ ആർക്കൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ട്? അതിലെ അഭിലാഷേ, മാറാട് 9 ഹിന്ദുക്കളെ കൊല്ലാനിടയാക്കിയ UDF ഭരണമെന്ന നെറേറ്റീവുമായിട്ട് ഇവരൊരു വശത്ത് നടക്കും, മറുവശത്ത് തൊഗാഡിയുടെയും കുമ്മനം രാജശേഖരന്റെയും കണക്കും പറയും. പ്രിയപ്പെട്ട അഭിലാഷ, ഇതൊക്കെ ഈ ഹരികൃഷ്ണൻസ് സിനിമയുടെ ക്ലൈമാക്സ് പോലെ ആളും തരവും നോക്കി എന്തും വിളിച്ചു പോവാൻ ലജ്ജയില്ലാത്തൊരു പാർട്ടിയാണ് CPM. അവർക്ക് നിലപാടില്ല, നയമില്ല, തീരുമാനങ്ങളില്ല, സുചിന്തിതങ്ങളായ ഒരു പരിസരവും അവർക്കില്ല. അവർക്ക് ജയിക്കണം, വോട്ട് കിട്ടണം, അതിന് ഏത് നെറികെട്ട പണിയും ചെയ്യും. ആളെ കൊല്ലാൻ മടിയില്ലാത്തൊരു പാർട്ടിയാണല്ലോ. പിന്നെപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൽ എനിക്കൊരു അത്ഭുതമില്ല. സ്വന്തം നേട്ടത്തിനും സ്വന്തം മുന്നേറ്റത്തിനും ആളെ കൊല്ലാൻ മടിയില്ലാത്തൊരു പാർട്ടിക്ക് പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കോൺഗ്രസ് അഹിംസയും സത്യാഗ്രഹവും നിരാഹാരവും ഉയർത്തി ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്ത പാർട്ടിയാണ്. ഈ കോൺഗ്രസ് സത്യാഗ്രഹവും ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയാം. ആലോചിച്ചുറപ്പിച്ച് കമ്മിറ്റി ചേർന്ന് ഭരണ സംവിധാനത്തെ ഉപയോഗിച്ച് മനുഷ്യരെ കൊല്ലാൻ ശരി, ഓക്കെ. തെരഞ്ഞെടുപ്പ് കാലമാണ്, സ്വാഭാവികമായും വാക്കുകൾക്ക് മൂർച്ച ഉണ്ടാകും, തീ ഉണ്ടാകും, അങ്ങനെ പ്രശ്ന കലുഷിതമാകും, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മുഖരിതമാകും വരുന്ന ആളുകൾ. വളരെ നന്ദി 4 പേർക്കും.